ഒരു ജനതയുടെ നിലവിളികൾ ആകാശത്തോളം ഉയരുമ്പോൾ, പ്രകൃതി അതിൻ്റെ സർവനാശത്തിൻ്റെ താണ്ഡവമാടുമ്പോൾ, അധികാരത്തിൻ്റെ ചുവപ്പ് നാടുകൾക്കും ചർച്ചകൾക്കും മുമ്പേ ജീവൻ്റെ തുടിപ്പുകൾ തേടി ഒഴുകിയെത്തുന്ന ചില മനുഷ്യരുണ്ട്. അവർ കടലിൻ്റെ മക്കളാണ്, കൊല്ലത്തിൻ്റെ സ്വന്തം മണിമുത്തുകൾ. പത്തനംതിട്ടയുടെ ഹൃദയഭാഗമായ റാന്നി മലവെള്ളപ്പാച്ചിലിൽ മുങ്ങിത്താഴുമ്പോൾ അവിടെ ആർത്തലയ്ക്കുന്ന പ്രളയജലത്തെ കീറിമുറിച്ച് അവരുടെ ആദ്യത്തെ രക്ഷാബോട്ട് കൊല്ലത്തിൻ്റെ തീരത്തു നിന്നും പ്രത്യാശയുടെ പ്രകാശഗോപുരമായി പുറപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞകാല പ്രളയങ്ങളുടെ കറുത്ത ഓർമ്മകളിലേക്കൊന്ന് വിരൽ ചൂണ്ടിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മനുഷ്യരുടെ നിസ്വാർത്ഥതയുടെ ചരിത്രമാണ്. ആകാശത്തു നിന്ന് ഹെലികോപ്റ്ററുകൾക്ക് പോലും എത്തി നോക്കാൻ കഴിയാതിരുന്ന വൻമരങ്ങളുടെ ചില്ലകൾക്കിടയിലൂടെയും വീടുകളുടെ മേൽക്കൂരകൾക്ക് മുകളിലൂടെയും അവർ തങ്ങളുടെ വള്ളങ്ങൾ വായിച്ചു. സ്വന്തം ജീവനേക്കാൾ വില മറ്റുള്ളവരുടെ ശ്വാസത്തിന് നൽകിയവരാണ് കൊല്ലത്തിൻ്റെ മത്സ്യത്തൊഴിലാളികൾ. പ്രളയജലത്തിൻ്റെ വന്യമായ ഒഴുക്ക് ഒരു വിശന്ന സിംഹത്തെ പോലെ ഗർജിക്കുമ്പോൾ അതിലേക്ക് ചാടിയിറങ്ങാൻ അവർക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. സ്വന്തം മുതുകിനെ ചവിട്ടുപടിയാക്കി വൃദ്ധരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വള്ളത്തിലേക്ക് കയറ്റിയപ്പോൾ അവർ പ്രകൃതി ദുരന്തത്തിന് മുന്നിൽ ദൈവത്തിൻ്റെ പ്രതീകമായി മാറുകയായിരുന്നു. പ്രളയകാലത്ത് ഈ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൻ്റെ സ്വന്തം സൈന്യം തന്നെയാണെന്ന് ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞു. മഹാമാരിയും പ്രളയവും ഒഴിഞ്ഞുപോയി നാട് ശാന്തമാകുമ്പോൾ ഈ മനുഷ്യർ ചെയ്ത ത്യാഗങ്ങൾ വിസ്മൃതിയുടെ ആഴങ്ങളിലേക്ക് തള്ളപ്പെടും. പിന്നെ സൈബർ ലോകത്തും മാധ്യമങ്ങളിലും ഉയരുന്നത് കൊല്ലംകാരെക്കുറിച്ചുള്ള ട്രോളുകളും പരിഹാസങ്ങളുമാണ്. കല്യാണ സദ്യയിൽ പപ്പടം കിട്ടാത്തതിന് തല്ലുകൂടുന്നവരെന്നും നിസ്സാര കാര്യങ്ങൾക്ക് ചോര തിളയ്ക്കുന്നവരെന്നും പരുക്കൻ സ്വഭാവക്കാരെന്നും അവരെ മുദ്രകുത്തും. കോമാളികളായും ഗുണ്ടകളായും സിനിമകളിലും സോഷ്യൽ മീഡിയയിലും അവരെ ചിത്രീകരിക്കുമ്പോൾ പലരും മറന്നുപോകുന്നത് അവരുടെ നെഞ്ചിലെ സ്നേഹത്തിൻ്റെ വലിപ്പമാണ്. അവരുടെ പരുക്കൻ ഭാഷ കടലിരമ്പത്തിൻ്റെ കാഠിന്യമാണ്. പക്ഷേ അവരുടെ ഉള്ളം കടലിനേക്കാൾ വിശാലവും ശാന്തവുമാണ്. പരിഹാസത്തിൻ്റെ കൂരമ്പുകൾ കൊല്ലത്തിൻ്റെ മാറിലേക്ക് തറച്ചു കയറുമ്പോഴും അവർ ആരോടും പരിഭവിച്ചില്ല. കാരണം അവർക്ക് നന്ദി വാക്കുകളോ പ്രശംസാ പത്രങ്ങളോ ആവശ്യമില്ലായിരുന്നു. അവരുടെ വിയർപ്പും ചോരയും ഉപ്പുരസമുള്ള കടലിൽ അലിഞ്ഞു ചേർന്നതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ നാട് പ്രളയത്തിൽ മുങ്ങിത്താഴുമ്പോൾ തങ്ങളെ പരിഹസിച്ചവരുടെ ജീവൻ കാക്കാൻ അവർ വീണ്ടും വള്ളങ്ങളുമെടുത്ത് ഒന്നാമതായി ഓടിയെത്തുന്നത്. എന്നെ തല്ലിയ കൈകൾക്ക് ഞാൻ ജീവൻ നൽകുമെന്ന ക്രിസ്തുവചനത്തിൻ്റെ ജീവിക്കുന്ന രൂപങ്ങളാണ് കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾ. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കാക്കാൻ കാട്ടുതീയിലേക്ക് ചാടുന്നത് പോലെയാണ് കൊല്ലത്തു നിന്നും റാന്നിയിലേക്ക് പുറപ്പെട്ട ആ ഓരോ വള്ളങ്ങളും. ആ വള്ളങ്ങളൊന്നും വെറും തടിയും ഇരുമ്പും കൊണ്ടുണ്ടാക്കിയതല്ല. അവരുടെ വേദനയിലൊരുക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഹൃദയത്തുടിപ്പുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് അതൊക്കെ. ആ വള്ളങ്ങളിലെ തുഴച്ചിലുകാർ ഓരോ തവണ തുഴയെറിയുമ്പോഴും അത് മരണത്തിൻ്റെ പിടിയിൽ നിന്നും ഒരു ജീവനെയെങ്കിലും തിരികെ പിടിക്കാനുള്ള പ്രാർത്ഥനയാണ്. ഇനിയെങ്കിലും ഓർക്കണം, അപകടത്തിൻ്റെ കരിനിഴൽ വീഴുമ്പോൾ രക്ഷയ്ക്കായി ആദ്യം ഓടിയെത്തുന്ന ആ പാദങ്ങൾ കൊല്ലത്തിൻ്റെ മണ്ണിൽ നിന്നുള്ളതാണ്. സുഖകാലത്ത് അവരെ പരിഹസിക്കുന്നവർ ദുരന്തകാലത്ത് അവരെ സ്തുതിക്കുന്നത് കാലത്തിൻ്റെ കാവ്യനീതിയായിരിക്കാം. പ്രളയത്തിൻ്റെ ഇരമ്പലിൽ റാന്നിയിലെ ജനങ്ങൾ അടിയറവ് പറയാതിരിക്കാൻ കൊല്ലത്തിൻ്റെ കരുത്തുറ്റ കൈകൾ അവിടെ എത്തും. ഇനി വരുന്ന ഓരോ വള്ളങ്ങളും ആ സ്നേഹത്തിൻ്റെ പ്രവാഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. നന്ദികേടിൻ്റെ ചരിത്രമുള്ള ഒരു ജനതയ്ക്ക് മുന്നിൽ വീണ്ടും സ്നേഹത്തിൻ്റെ കടലായി മാറുന്ന കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് കൂപ്പുകൈ. അവരെയും അവരുടെ ത്യാഗത്തെയും ഈ നാടൊരിക്കലും മറക്കരുത്. മറന്നാൽ അത് മനുഷ്യത്വത്തോടുള്ള ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. ഇത് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും കൊല്ലക്കാരെ ട്രോളാൻ തുടങ്ങുമെന്നറിയാം. പക്ഷേ നിങ്ങൾ ഒന്നോർക്കണം, പപ്പടത്തിന് വേണ്ടി അടികൂടുന്നവരും 35 പൈസയ്ക്ക് വേണ്ടി അടികൂടുന്നവരും പായസത്തിന് വേണ്ടി അടികൂടുന്നവരും മാത്രമല്ല, കടലിൻ്റെ മക്കളാണ് കൊല്ലത്തെ ജനസംഖ്യയിൽ ഏറിയ പങ്കും. അവരോളം മനസാക്ഷിയുള്ള മറ്റാരും ഒരുപക്ഷേ ഈ കേരളത്തിലെങ്ങും ഉണ്ടാകുമെന്ന് തോന്നില്ല. ഒരാപത്തുണ്ടായാൽ ആദ്യം ഓടിയെത്തുന്നത് കൊല്ലംകാരനായിരിക്കും. ഒരു സംശയവുമില്ല. എൻ്റെ നാട് കൊല്ലം, അഭിമാനം.